ഇപ്പോൾ വന്ന പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ദില്ലി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്ന നിർണായകമായ വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ദില്ലി മദ്യനയ അഴിമതി കേസിലാണ് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ശ്യാം ദേവരാജ് നൽകും വിശദാംശങ്ങൾ. ശ്യാം, എന്തായാലും നിർണായകമായെന്ന് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഇടക്കാല ജാമ്യം. അരവിന്ദ് കെജ്രിവാൾ, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകിയിരിക്കുന്നു. സുപ്രീംകോടതി ഒരു വാർത്തയിലുള്ള ഒരു പരാമർശമാണ് നടത്തിയത്. അത് സംബന്ധിച്ച് ഒരു ഉത്തരവ് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ജസ്റ്റിസുമാരായ ദിവാൻ ദത്ത, ഒപ്പം സഞ്ജീവ് ഖന്ന എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ഇത്തരത്തിൽ ഒരു വാർത്ത പരാമർശം നടത്തിയത്. ജൂൺ 1 വരെ ഇടക്കാല ജാമ്യം നൽകാനാണ് അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകാനാണ് തീരുമാനം. അത്തരമൊരു കാര്യം വാർത്തയിൽ പരാമർശിച്ചിട്ട് ഈ വാദം പൂർത്തിയായ സാഹചര്യത്തിലാണ് സുപ്രീം കോടതി അത്തരമൊരു തീരുമാനം വാർത്തയിൽ പ്രഖ്യാപിക്കുകയും ചെയ്ത് അതിന്റെ ഉത്തരവ് ഇനി പുറത്തു വരാനുണ്ട്. അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഉത്തരവ് എന്ന നിലയിലേക്ക് അത് പറയാനുണ്ട്. അവരുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാകാനുണ്ട്. നിലവിൽ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ, അതായത് അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജിയുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു സുപ്രീം കോടതി പറയുമെന്നാണ് മനസ്സിലാക്കുന്നത്. ദില്ലി മദ്യനയ അഴിമതി കേസിലാണ് അരവിന്ദ് കെജ്രിവാളിന് ഇപ്പോൾ ഇടക്കാല ജാമ്യം ലഭിച്ചിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്ന എന്ന നിർണായകമായ വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഇഡി സുപ്രീം കോടതിയിലെ നടപടിക്രമങ്ങൾ തെറ്റിച്ചെന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി അഭിഭാഷകൻ ഉന്നയിച്ചിരുന്നു. ഇഡിയുടെ മറുപടി സത്യവാങ്മൂലത്തിനെതിരെ എതിർപ്പ് അറിയിക്കുമെന്നടക്കം കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇതിൽ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നിർണായകമായ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു ഇഡി. എന്തായാലും ഉണ്ണി ബാലകൃഷ്ണൻ ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി. ഉണ്ണി ബാലകൃഷ്ണൻ, എന്തായാലും നിർണായകമാണ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇടക്കാല ജാമ്യം. വളരെ നിർണായകമായ ഒരു വിധി പ്രസ്താവമാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഇന്നുണ്ടായിരിക്കുന്നത്. ഇടക്കാല ജാമ്യം അരവിന്ദ് കെജ്രിവാളിന് അനുവദിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച വിശദമായ വാദം സുപ്രീം കോടതി കേട്ടിരുന്നു. ആ വാദത്തിനിടയിൽ തന്നെ ഇടക്കാല ജാമ്യം നൽകുന്ന കാര്യം പരിഗണിക്കുമെന്ന് കോടതി ഇഡി അറിയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നടക്കുന്നത് ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രക്രിയയാണെന്നും ആ രാഷ്ട്രീയ പ്രക്രിയ തിരഞ്ഞെടുപ്പാണെന്നും തിരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനിറങ്ങാൻ ഒരു രാഷ്ട്രീയ നേതാവിന് അവസരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കുക എന്നതാണെന്നും അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട വിചാരണാ വേളയിൽ സഞ്ജയ് ഖന്നയുടെ ബെഞ്ച് നിരീക്ഷിക്കുകയുണ്ടായി. അതുകൊണ്ട് ഇടക്കാല ജാമ്യം നൽകുന്ന കാര്യം കോടതിയുടെ പരിഗണനയിലുണ്ടെന്ന് ചൊവ്വാഴ്ച തന്നെ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിശക്തമായ എതിർപ്പാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിനെതിരായി വാദമായി ഉന്നയിച്ചത്. സോളിസിറ്റർ ജനറൽ അടക്കമുള്ള അഭിഭാഷകർ അന്ന് സുപ്രീം കോടതിയിൽ ശക്തമായ വാദങ്ങൾ ഉന്നയിച്ചിരുന്നു. ഒരു കാരണവശാലും അരവിന്ദ് കെജ്രിവാളിന് പ്രചാരണം നടത്തുന്നതിന് ജാമ്യം നൽകാൻ പാടില്ല എന്നായിരുന്നു ഇഡിയുടെ വാദം. ഒരു രാഷ്ട്രീയ പ്രവർത്തകനും സാധാരണ പൗരനിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അവകാശവുമില്ല എന്നും അവർ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇടക്കാല ജാമ്യം അരവിന്ദ് കെജ്രിവാളിന് നൽകുകയാണെങ്കിൽ അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിരിക്കും എന്നുകൂടി ഇഡി വാദിച്ചിരുന്നു. എന്നാൽ അതിശക്തമായി തന്നെ സഞ്ജയ് ഖന്നയുടെ ബെഞ്ച് ആ ദിവസം അതിനെ ഖണ്ഡിച്ചിരുന്നു. രാജ്യത്ത് 5 വർഷത്തിലൊരിക്കലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. എല്ലാ വർഷവും നടക്കുന്ന വിളവെടുപ്പ് പോലെയല്ല ഇത്. അതുകൊണ്ട് ഇതിൽ പങ്കാളിയാകാനുള്ള അവസരം ഒരു രാഷ്ട്രീയ പ്രവർത്തകന് നിഷേധിച്ചുകൂടാ എന്ന് കോടതി നിരീക്ഷിച്ചു. മാത്രവുമല്ല, അരവിന്ദ് കെജ്രിവാൾ ഒരു ഹാബിച്വൽ ഒഫൻഡർ അല്ല എന്നും അദ്ദേഹം ഒരു വലിയ ക്രിമിനൽ അല്ല എന്നും അദ്ദേഹം ഒരു സെർവിംഗ് ചീഫ് മിനിസ്റ്റർ ആണ് എന്നും കോടതി പറയുകയുണ്ടായി. അതുകൊണ്ട് പ്രചാരണത്തിന് മാത്രമായ ഒരു അവസരം കൊടുത്തുകൂടെ എന്ന് ഇഡിയോട് കോടതി ചോദിക്കുകയും ചെയ്തു. ഇഡി അതിനെ വീണ്ടും ശക്തമായി വിമർശിച്ചു. ആയിരക്കണക്കിന് പ്രിസണേഴ്സ് ഇപ്പോഴും ജയിലിൽ കഴിയുന്നുണ്ടെന്നും അവരുടെയൊക്കെ കുടുംബങ്ങളിൽ ചിലരൊക്കെ പട്ടിണിയിലാണെന്നും എന്നാൽ ഭക്ഷണം ഭരണഘടനാപരമായ അവകാശമായതുകൊണ്ട് ഇവരെല്ലാം നമുക്ക് വെറുതെ വിടാൻ കഴിയുമോ എന്നും ഇഡിക്ക് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ എന്ന് ചോദിച്ചിരുന്നു. എന്നാൽ ഈ കേസ് തികച്ചും വ്യത്യസ്തമാണ് എന്നായിരുന്നു അന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചത്. ചില കേസുകളുടെ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് വേണം ആ കേസിൽ തീർപ്പ് കൽപ്പിക്കാനെന്നും കോടതി പറഞ്ഞു. അസാധാരണമായ സാഹചര്യങ്ങളിൽ അസാധാരണമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും എന്നാണ് കോടതി അന്ന് നിരീക്ഷിച്ചത്. ചുരുക്കത്തിൽ അതിശക്തമായ വാദമായിരുന്നു ചൊവ്വാഴ്ച നടന്നത്. ഇതിനിടെ ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. എത്രയും പെട്ടെന്ന് കുറ്റപത്രം നൽകാനുള്ള നീക്കമാണ് ഇഡിയുടെ ഭാഗത്ത് നിന്ന് നടത്താൻ പോകുന്നതെന്ന സൂചനയും ഉണ്ടായിരുന്നു. ഇന്ന് കുറ്റപത്രം സമർപ്പിച്ചേക്കും എന്ന അഭ്യൂഹവും ശക്തമായിരുന്നു. കുറ്റപത്രം PMLA ആക്ട് പ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്താൽ 60 ദിവസത്തിനകം സമർപ്പിക്കണമെന്നാണ്. 49 ദിവസം പിന്നിടുമ്പോഴാണ് ഇടക്കാല ജാമ്യം കോടതി നൽകിയിരിക്കുന്നത്. നിശ്ചയമായും ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ
വ്യവസ്ഥയിൽ വലിയ സുപ്രധാനമായ ഒരു വിധിയായി ഇത് പരിഗണിക്കപ്പെടും. നമ്മുടെ ഭരണഘടനയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡെമോക്രസിയാണെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. ആ ഡെമോക്രസിയെ സംരക്ഷിക്കാൻ ഭരണഘടനാ ബാധ്യതയുണ്ട് എന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. ചുരുക്കത്തിൽ ഇപ്പോൾ വലിയ തിരിച്ചടിയാണ് BJPക്ക് ഉണ്ടായിരിക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ ഡൽഹി ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഡൽഹി മാത്രമല്ല, ഹരിയാന, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലും അടുത്ത 4-5 ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഈ 3 സംസ്ഥാനങ്ങളിലും അതിശക്തമായ സാന്നിധ്യമാണ് ആം ആദ്മി പാർട്ടിയുടേത്. 7 സീറ്റുകളാണ് ഡൽഹിയിലുള്ളത്, 10 സീറ്റുകളാണ് ഹരിയാനയിലുള്ളത്, 13 സീറ്റുകളാണ് പഞ്ചാബിലുള്ളത്. ഈ 30 സീറ്റുകളിൽ 21 സീറ്റുകളും 2019 തെരഞ്ഞെടുപ്പിൽ BJP നേടിയിരുന്നു. എന്നാൽ ഇക്കുറി കോൺഗ്രസുമായി ഐക്യത്തിലാണ് ആം ആദ്മി പാർട്ടിയും. അതുപോലെ തന്നെ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും കൂടി സഖ്യത്തിലാണ് മത്സരിക്കുന്നത്, ഡൽഹിയിലും ഹരിയാനയിലും പഞ്ചാബിലും. നിശ്ചയമായും അറസ്റ്റ് ചെയ്യപ്പെട്ട അരവിന്ദ് കെജ്രിവാൾ കൂടുതൽ കരുത്തനായിട്ടുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അറസ്റ്റിന് ശേഷം ഇപ്പോൾ ഇടക്കാല ജാമ്യത്തോടുകൂടി അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് വരുമ്പോൾ ശക്തനായ ഒരു പ്രചാരകനായി അദ്ദേഹം മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും വലിയ തിരിച്ചടി BJPക്ക് ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ വേണം വിലയിരുത്താൻ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇത് ശക്തമായ തിരിച്ചടിയാണ്. ഒരിക്കൽ കൂടി നമ്മുടെ ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സുപ്രധാന വിധിയായിട്ട് ഇത് പരിഗണിക്കപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വലിയ തിരിച്ചടിയാണ് കേന്ദ്ര സർക്കാരിനും ഇതിലൂടെ ഉണ്ടാകുന്നത്. കാരണം ഒരു പരിധിയോളം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും ഇതിന് തിരിച്ചടി തന്നെയാണ്.